അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ബഹുമാനമുള്ളവരെ, ഇന്ന് നമ്മുടെ വിശുദ്ധ ശഅബാൻ 25, നമ്മുടെ സ്വലാത്ത് നമ്പറും 25. ഇന്ന് വളരെ ഹൃദയസ്പർക്കായ ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ദലായിൽ ഖൈറാത്ത് സ്വലാത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ ഹിസ്ബിൻ്റെ അവസാന സ്വലാത്ത്, അതായത് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സ്വലാത്തിന് ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആൻ്റെ തൊട്ടുമുമ്പുള്ള സ്വലാത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ദലായിൽ ഖൈറാത്തിൻ്റെ ഏത് കോപ്പിയാണെന്ന് എനിക്കറിയില്ല. ദുആ തുടങ്ങുന്നത് സുമ്മത്ത് ദുഊ ബിഹാദ ദുആ എന്ന് പല നുസ്ഖകളിലും കോപ്പികളിലുണ്ട്. ആ സുമ്മത്ത് ദുഊ ബിഹാദ ദുആ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബീക വ സയ്യിദിന ഇബ്രാഹിം ഖലീലിക വ അലാ ജമീഇ അംബിയായിക വ അസ്ഫിയായിക മിൻ അഹ്ലി അർളിക വ സമായിക അദദ ഖൽഖിക വ റിളാ നഫ്സിക വ സിനത അർശിക വ മിദാദ കലിമാതിക വ മുൻതഹ ഇൽമിക വസീനത്ത ജമീഇ മഖ്ലൂഖാതിക സ്വലാത്തൻ മുക്കററത്തൻ അബദൻ അദദ മാ അസ്വാ ഇൽമുക വ മിൽഅ മാ അസ്വാ ഇൽമുക വ അദ്ആഫ മാ അസ്വാ ഇൽമുക സ്വലാത്തൻ തസീദു വ തഫൂഖു വ തഫ്ളുലു സ്വലാത്തൽ മുസല്ലീന അലൈഹിം മിനൽ ഖൽഖി അജ്മഈന കഫളിക അലാ ജമീഇ ഖൽഖിക. ഈ സ്വലാത്ത് ഞാൻ തിങ്കളാഴ്ച ദിവസത്തിലുള്ള ദലായിൽ ഖൈറാത്തിൻ്റെ ഹിസ്ബ് ചൊല്ലിയപ്പോൾ ആ ഹിസ്ബിലുള്ള അവസാനത്തെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ സ്വലാത്ത് അത് ഞാൻ ഇങ്ങനെ ഓതിയപ്പോൾ എനിക്ക് വല്ലാത്ത മധുരം തോന്നി. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വലാത്തിൻ്റെ ക്ലിപ്പ് ഇത് തന്നെ ആക്കിയാലോ എന്ന് മനസ്സിൽ വല്ലാതെ ആഗ്രഹം വെച്ചുകൊണ്ട് വന്ന് വെറുതെ സഅദത്തുദ്ദാറൈനി യൂസുഫ് നബ്ഹാനി തങ്ങളുടെ സ്വലാത്ത് വിശദീകരണമാകുന്ന സഅദത്തുദ്ദാറൈനി മറിച്ചപ്പോൾ തന്നെ കാണുന്ന ഈ സ്വലാത്താണ്. അതിലും അദ്ദേഹം പറയുന്നത് ഈ സ്വലാത്ത് ഹൃദയസ്പർക്കായ വളരെ മാധുര്യമുള്ള ഒരു സ്വലാത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ഈ ദലായിൽ ഖൈറാത്തിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അത് ഹാദി സ്വലാത്തു നഖൽതുഹാ മിൻ ദലായിൽ ഖൈറാത്തിൽ കമാലി ബലാഗത്തിഹ ആണോ. ഇത് ഞാൻ ദലായിൽ ഖൈറാത്തിൽ നിന്ന് കോപ്പി എടുത്തതാണ്. ഇത് കമാലി ബലാഗത്തിഹ, ഇതിൻ്റെ ആശയ സ്ഫുടത അല്ലെങ്കിൽ ഇതിൻ്റെ ഗാംഭീര്യം സമ്പൂർണമാണ്. ആശയപരമായുള്ള ഇതിൻ്റെ വൽ മഖ്സൂദു മിൻഹാ ശിദ്ദത്തുൽ ബലാഗ ഫി ഫളിഹ, ഇതിനാലുള്ള ലക്ഷ്യം ഇതിൻ്റെ ശ്രേഷ്ഠത, ഇത് ഈ സ്വലാത്തിൻ്റെ വാക്കുകളുടെ ഗാംഭീര്യം, അതിൻ്റെ സ്ഫുടത വളരെ വളരെ ബഹുമാനമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്ന് കേൾക്കുമ്പോൾ അർത്ഥം അറിയുന്ന ആളുകൾക്കല്ലേ ഇത് മധുരമാണോ അല്ലേ എന്ന് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ അർത്ഥം ഒന്ന് വെക്കാം. ചില സ്വലാത്തുകളുടെ അർത്ഥങ്ങൾ അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചില സ്വലാത്തുകളുടെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില സ്വലാത്തുകളിൽ നിന്ന് ചില പദങ്ങളുടെ അർത്ഥങ്ങൾ വെക്കാത്തത്. അത് കുറച്ച് കിതാബൊക്കെ ഓതിയിട്ടുള്ള മുതാലിമീങ്ങൾക്കോ ആലിമീങ്ങൾക്കോ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് വെക്കാൻ കഴിയില്ല. അല്ലാത്തതൊക്കെ നമ്മൾ പരമാവധി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വെച്ച് തരുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബീക, പടച്ചവനെ നിന്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് ചെയ്യണം. സയ്യിദന ഇബ്രാഹിം ഖലീലിക, നിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ മേലിലും വഅല ജമീഇ അംബിയായിക, നിന്റെ എല്ലാ പ്രവാചകന്മാരുടെ മേലിലും വസ്ഫിയായിക, നീ തിരഞ്ഞെടുത്ത നിന്റെ സെലക്റ്റഡ് അടിമകളുടെ മേലിലും മിൻ അഹ്ലി അർദിക വ സമായിക, നിന്റെ ഭൂമുഖത്തും ആകാശത്തുമുള്ള നിന്റെ സെലക്റ്റഡ് മെമ്പർമാർ, അദദ ഖൽഖിക, നിന്റെ സൃഷ്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും സ്വലാത്ത്, വരിളാ നഫ്സിക, നിന്റെ താല്പര്യവും സന്തോഷവും എത്രയാണോ അത്ര കണ്ട്, വസിനത്ത അർശിക, നിന്റെ അർശിൻ്റെ ഭാരം എത്രയാണോ, അർശിൻ്റെ തൂക്കം എത്രയാണോ അത്രയും. ഈ പ്രപഞ്ചം മൊത്തക്കും പൊതിഞ്ഞ ഒരു ആവരണമാണല്ലോ അർശ്. അപ്പം അതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തൂക്കമാണ്, അത്രയും. മിദാദ കലിമാതിക, നിന്റെ വചനങ്ങളുടെ മഷിയുടെ എണ്ണം എത്രയാണോ അത്രയും. മുൻതഹ ഇൽമിക, നിന്റെ ഇൽമിൻ്റെ അറ്റം ഏതാണോ, അറ്റമില്ലാത്ത ഇൽമിൻ്റെ ഉടമയാണല്ലോ അള്ളാഹുവിൻ്റെ ഇൽമിന് അറ്റം നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. ലാ യുഹദ്ദു വലാ യുഹ്സ, അങ്ങനെയാണ്. ഏതായാലും അത്രയും. വസിനത്ത ജമീഇ മഖ്ലൂഖാതിക, നിന്റെ സൃഷ്ടികളുടെ മൊത്തത്തിലുള്ള സൃഷ്ടികളുടെ എണ്ണം,
തൂക്കം, സ്വലാത്തം മുക്കറത്തൻ ആവർത്തിതമായ സ്വലാത്ത്, അബദൻ എല്ലാ കാലത്തും, അതദമാ അഹ്സാ ഇൽമുക വമിൽഅമാ അഹ്സാ ഇൽമുക വഅഫമാ അഹ്സാ ഇൽമുക, നിന്റെ അറിവ് എന്തിനെയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും എണ്ണം, നിന്റെ അറിവുകൾ എന്തിനെയെല്ലാം നിറച്ചിട്ടുണ്ടോ അത്രയും, നിന്റെ അറിവ് എത്ര മാത്രമുണ്ടോ അതിൻ്റെ ഇരട്ടി ഞാൻ സ്വലാത്തൻ തസീദു വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വലാത്ത്, സ്വലാത്തൽ മുസ്ലിമീൻ അലൈഹിം, ഈ മുത്തുനബിയുടെ മേലിലും ഈ പ്രവാചകന്മാരുടെ മേലിലുമൊക്കെ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ സ്വലാത്തുകളെ കവച്ചു വെക്കുന്ന സ്വലാത്ത് ഏതാണോ അത്രയും സ്വലാത്ത്. ഫളിക്കല ജമീ ഖൽഖിക, പടച്ചവനെ എല്ലാ സൃഷ്ടികൾക്കും അപ്പുറം നിന്റെ ബഹുമാനം എത്രയാണോ അത്രയും വലിയ ബഹുമാനമുള്ള ഒരു സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചെയ്യണമേ. അതുപോലെ അഹ്ലുൽ അർളി വസ്സമാ, ആകാശഭൂമി ലോകങ്ങളുടെ ആളുകളുടെ മേലിൽ നീ തിരഞ്ഞെടുത്ത മഹാന്മാരുടെ മേലിൽ ചെയ്യണമേ എന്ന് പറയുന്നൊരു സ്വലാത്താണ്. വളരെ ഹൃദയസ്പർക്കായ സ്വലാത്താണ്. ഇവിടെ ചില വിശദീകരണങ്ങൾ കൂടെ കിട്ടുമ്പോഴേ ഇൻഷാല്ല ഇത് സമ്പൂർണ്ണമാകുള്ളൂ എന്ന് എനിക്കറിയാം. അത് ഇൻഷാല്ല ഒരു സ്പെഷ്യൽ ക്ലിപ്പ് അതിൽ വിടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ കണക്കില്ലാതെ സ്വലാത്ത് ചെയ്യാൻ വേണ്ടി പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ. നിൻ്റെ ആകാശത്തിൻ്റെ എണ്ണം അനുസരിച്ച്, ഭൂമിയുടെ എണ്ണം അനുസരിച്ച്, സൃഷ്ടികളുടെ എണ്ണം അനുസരിച്ച്, കണക്കില്ലാത്ത നിൻ്റെ അറിവുകളുടെ അറ്റം എത്രയാണോ അത്ര എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അത്രയും എണ്ണൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. പിന്നെ ചില സ്വലാത്തുകൾക്ക് പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വന്ന പദങ്ങളല്ലാത്ത നമ്മൾ മഹാന്മാരായ ആരിഫീങ്ങളും മറ്റുമൊക്കെ സമ്മാനിച്ചിട്ടുള്ള സ്വലാത്തുകൾ കുറേ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേക ഫായതകളുണ്ടോ എന്ന് അതിനെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത് എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് സ്പെഷ്യലായി ഒരു ക്ലിപ്പ് ഇൻഷാ അല്ലാഹ്, ഒരു സ്പെഷ്യൽ ക്ലിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ദിവസങ്ങൾ ഇനി കുറവാണ്. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 5 ദിവസമേ ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശുഭകരമായി നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ. നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രചാരകരാകണം. അള്ളാഹു നമ്മളെ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.